ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇംഗ്ലീഷ് ഫ്രേസസ് ആൻഡ് പാറ്റേൺസ്. നമുക്ക് ഡെയിലി ലൈഫിൽ സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില സിമ്പിളായിട്ടുള്ള ഫ്രേസസ്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണ് എന്ന് ഓരോന്നായിട്ട് നോക്കാം. അറ്റ് എനി കോസ്റ്റ്. അറ്റ് എനി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തും. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ല, എന്ത് വില കൊടുത്തും ഞാനത് നേടിയെടുക്കും, എന്ത് വില കൊടുത്തും ഞാൻ ഈ വർക്ക് ചെയ്യും. ഈ എന്ത് വില കൊടുത്തും എന്ന് പറയുമ്പോൾ പൈസയുടെ കാര്യം മാത്രമല്ല, ഏത് മാർഗം ഉപയോഗിച്ചിട്ടായാലും, എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടായാലും, എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടായാലും ഞാനത് നേടിയെടുക്കും എന്നാണ് അതിനർത്ഥം. അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും എന്നാണ് അതിൻ്റെ മീനിങ്. പലപ്പോഴും പല കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. അത് പൈസ ചിലവാക്കൽ മാത്രമല്ല, ചിലപ്പോൾ വേറെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എന്തായാലും കുഴപ്പമില്ല, അത് ഞാൻ നേടിയെടുക്കും എന്നാണ് അറ്റ് എനി കോസ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റൻസ്, അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ഡു ദിസ് വർക്ക്. എന്ത് വില കൊടുത്തും ഞാൻ ഈ വർക്ക് ചെയ്യും എന്നാണ്. അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ഡു ദിസ് വർക്ക്. അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നോട്ട് ലീവ് ഹിം ടുഡേ. എന്ത് വില കൊടുത്തും ഞാൻ ഇന്ന് അവനെ വിട്ടുപോകില്ല എന്നാണ്. വിട്ടുപോകില്ല എന്ന് പറയുമ്പോൾ അത് എന്ത് വില കൊടുത്തും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ എന്നാണ് അതിനർത്ഥം. എന്ത് വില കൊടുത്തും എന്ന് പറയുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടായാലും, അതിന് ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും, എന്തായാലും അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നോട്ട് ലീവ് ഹിം ടുഡേ. അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നെവർ ഗിവ് അപ്പ്. എന്ത് വില കൊടുത്തിട്ടായാലും ഞാനത് ഉപേക്ഷിക്കില്ല. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കില്ല. അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നെവർ ഗിവ് അപ്പ്. ഇനി വേറൊരു സെൻറ്റൻസ്, ദ സ്റ്റോളൻ പെയിൻറ്റിങ് മസ്റ്റ് ബി റിക്കവേർഡ് അറ്റ് എനി കോസ്റ്റ്. സ്റ്റോളൻ പെയിൻറ്റിങ്, അതായത് മോഷ്ടിക്കപ്പെട്ട പെയിൻറ്റിങ് എന്ത് വില കൊടുത്തും അത് റിക്കവർ ചെയ്യണം, അത് വീണ്ടെടുക്കണം എന്നാണ്. അതിന് പൈസ ആവശ്യമെങ്കിൽ, അത് എത്ര ബുദ്ധിമുട്ട് സഹിക്കണമെങ്കിലും അത് ബൈ ഓൾ മീൻസ്, ഏത് മാർഗത്തിൽ കൂടിയായാലും എന്നാണ് അതിനർത്ഥം. ദ സ്റ്റോളൻ പെയിൻറ്റിങ് മസ്റ്റ് ബി റിക്കവേർഡ് അറ്റ് എനി കോസ്റ്റ്. അപ്പോൾ അറ്റ് എനി കോസ്റ്റ് എന്നതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ഇനി അത് ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തുടങ്ങുക. വളരെ നല്ല ഒരു എക്സ്പ്രഷനാണത്. നൗഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈയിടെയായി, ഇക്കാലത്ത്, ഈ അടുത്ത കാലത്തായി എന്നൊക്കെയാണ് മീനിങ്. അറ്റ് ദ പ്രസൻറ്റ് ടൈം. നൗഡേയ്സ് മെനി പീപ്പിൾ വർക്ക് ഫ്രം ഹോം. ഈയിടെയായി കുറേ ആളുകൾ വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഐ ഡോണ്ട് വാച്ച് ടി വി വെരി മച്ച് നൗഡേയ്സ്. ഞാൻ ഈയിടെയായി കുറേ അധികം ഒന്നും ടി വി വാച്ച് ചെയ്യാറില്ല. ഐ ഡോണ്ട് വാച്ച് ടി വി വെരി മച്ച് നൗഡേയ്സ്. ദീസ് ഡേയ്സ് എന്നാണ് അതിനർത്ഥം. ഈയിടെയായി, ഈ അടുത്ത കാലത്ത്. സ്റ്റുഡൻസ് നൗഡേയ്സ് ഡോണ്ട് റെസ്പെക്ട് ദെയർ ടീച്ചേഴ്സ്. സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നത്? ഈ അടുത്ത കാലത്ത് അവർ അവരുടെ ടീച്ചേഴ്സിനെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യാറില്ല. സ്റ്റുഡൻസ് നൗഡേയ്സ് ഡോണ്ട് റെസ്പെക്ട് ദെയർ ടീച്ചേഴ്സ്. ടു സം എക്സ്റ്റെൻറ്റ്. ടു സം എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു പരിധി വരെ അത് കറക്റ്റാണ്. ഇപ്പോൾ ചില ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഒരാൾ പറയുകയാണ്. അപ്പോൾ മറ്റൊരാൾ പറയുകയാണ്, പറഞ്ഞതൊക്കെ ശരി, പക്ഷേ ഒരു പരിധി വരെ അത് കറക്റ്റാണ്, മുഴുവനായിട്ടും അത് കറക്റ്റല്ല, കംപ്ലീറ്റ്ലി അത് കറക്റ്റല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ശരിയാണ് എന്നാണ്. പാർട്ട്ലി കറക്റ്റാണ്, കംപ്ലീറ്റ്ലി കറക്റ്റ് അല്ല എന്ന്. ഒരു പരിധി വരെ അവൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് പറയില്ലേ, അതാണ് ഒരു പരിധി വരെ. ടു സം എക്സ്റ്റെൻറ്റ്. ടു സം എക്സ്റ്റെൻറ്റ് ഷി വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്സിഡൻറ്റ്. ടു സം എക്സ്റ്റെൻറ്റ് ഷി വാസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റിൽ ഒരു പരിധി വരെ അവൾ റെസ്പോൺസിബിൾ ആയിരുന്നു. മുഴുവനായിട്ടും അവളുടെ കുറ്റം അല്ല, പക്ഷേ അവളും അതിനകത്ത് റെസ്പോൺസിബിലിറ്റി അവൾക്കും ഉണ്ട്, കുറച്ചൊക്കെ. ടു സം എക്സ്റ്റെൻറ്റ്. ഐ എഗ്രി വിത്ത് യു ടു സം എക്സ്റ്റെൻറ്റ്. നിങ്ങളോട് ഞാൻ ഒരു പരിധി വരെ യോജിക്കുന്നു.
പക്ഷേ ഒരു പരിധി വരെ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. ടു സം എക്സ്റ്റെൻറ്റ്, കുറച്ച് ഒരു പരിധി വരെ ഞാൻ നിങ്ങൾ പറയുന്നതിനോട് യോജിക്കുന്നു. ഐ എഗ്രി വിത്ത് യു ടു സം എക്സ്റ്റെൻറ്റ്. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പരിധി വരെ. ചില കാര്യങ്ങളൊക്കെ ആളുകൾ പറയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ, ഒരു വലിയ പരിധി വരെ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ശരിയാണ്. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് എന്ന് പറയുമ്പോൾ അതാണ് മീനിങ്. ടു എ കൺസിഡറബിൾ ഡിഗ്രി, ഗ്രേറ്റ്ലി എന്ന് പറയാം. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് യു ആർ റൈറ്റ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, ഒരു കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്നാണ് അതിനർത്ഥം. കുറച്ച് കാര്യങ്ങളല്ല, കുറേ കാര്യങ്ങൾ ശരിയാണ്. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് യു ആർ റൈറ്റ്. നോട്ട് ഇൻ ദ മൂഡ് ടു. നോട്ട് ഇൻ ദ മൂഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അങ്ങനെയുള്ള ഒരു മൂഡിൽ അല്ല, അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥയിലല്ല, ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്നാണ് മൂഡ് എന്ന് പറയുന്നത്. ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു വാച്ച് എ മൂവി. ഞാൻ ഒരു മൂവി കാണാനുള്ള ഒരു മൂഡിൽ അല്ല. ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു വാച്ച് എ മൂവി. നോക്കൂ, ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു വാച്ച്. അപ്പോൾ ടു പ്ലസ് വാച്ച്, ടു പ്ലസ് V1 ആണ് അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു വാച്ച് എ മൂവി. ഷീ ഈസ് നോട്ട് ഇൻ ദ മൂഡ് ടു കം ഹിയർ. അവൾ ഇവിടെ വരാനുള്ള ഒരു മൂഡിലല്ല. നോക്കൂ, ഷീ ഈസ് ഉപയോഗിച്ചു, ഐ ആണെങ്കിൽ ആം ഉപയോഗിച്ചു. ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു ഗോ എനിവേർ. ഞാൻ എവിടെയും പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു ഗോ എനിവേർ. അവിടെ നോക്കൂ, ഐ ആം നോട്ട് ഇൻ ദ മൂഡ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടു ഗോ. അതാണ് ടു കഴിഞ്ഞിട്ട് V1 ഫോം ഉപയോഗിക്കുക. ഹീ ഈസ് നോട്ട് ഇൻ ദ മൂഡ് ടു കം വിത്ത് യു. നിൻ്റെ കൂടെ വരാനുള്ള ഒരു മൂഡിലല്ല അവൻ. ഹീ ഈസ് നോട്ട് ഇൻ ദ മൂഡ് ടു കം വിത്ത് യു. ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു ഡു എനി വർക്ക്. ഒരു വർക്കും ചെയ്യാനുള്ള ഒരു മൂഡിലല്ല ഞാൻ. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കാം പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ആം ഉപയോഗിക്കുക. ഐ ആം നോട്ട് ഇൻ ദ മൂഡ് എന്ന്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഐ വാസ് നോട്ട് ഇൻ ദ മൂഡ് എന്ന് ഉപയോഗിക്കണം. ഇനി യു ആണെങ്കിൽ യു ആർ ഇൻ ദ മൂഡ് ടു എന്ന് ഉപയോഗിക്കാം പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ യു വേർ നോട്ട് ഇൻ ദ മൂഡ് ടു എന്ന് ഉപയോഗിക്കണം. യു വേർ നോട്ട് ഇൻ ദ മൂഡ് ടു. അതുപോലെ വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിലും പ്രസൻറ്റ് ടെൻസിൽ ആർ ഉപയോഗിക്കാം, പാസ്റ്റ് ടെൻസിൽ വേർ ഉപയോഗിക്കുക. സിംഗുലർ സബ്ജക്ട്സ് ഹീ, ഷീ ഒക്കെ ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ഈസ് ഉപയോഗിക്കാം, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ്. ഹീ ഈസ് നോട്ട് ഇൻ ദ മൂഡ് ടു, ഹീ വാസ് നോട്ട് ഇൻ ദ മൂഡ് ടു. അങ്ങനെ. ഇനി ഒരു ഫ്രേസ് കൂടി നമുക്ക് പഠിക്കാം. ഫോർ ദ ടൈം ബീയിങ്. ഫോർ ദ ടൈം ബീയിങ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക്, ടെമ്പററി ആയിട്ട്, അതായത് പെർമനൻ്റ് ആയിട്ടല്ല, സ്ഥിരമായിട്ടല്ല, തൽക്കാലത്തേക്ക്. ഫോർ ദ ടൈം ബീയിങ്. ഷീ ഈസ് ലിവിങ് വിത്ത് മീ ഫോർ ദ ടൈം ബീയിങ്. അവൾ എൻ്റെ കൂടെ താമസിക്കുന്നത് തൽക്കാലത്തേക്കാണ്, അത് സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുന്നില്ല. ഷീ ഈസ് ലിവിങ് വിത്ത് മീ ഫോർ ദ ടൈം ബീയിങ്, ടെമ്പററിലി, നോട്ട് പെർമനൻ്റ്ലി എന്നാണ് മീനിങ്. ഹി ഹാസ് ബോട്ട് എ കമ്പ്യൂട്ടർ ഫോർ ദ ടൈം ബീയിങ്. അവനൊരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട്, അത് തൽക്കാലത്തേക്കാണ്. ഹി ഹാസ് ബോട്ട് എ കമ്പ്യൂട്ടർ ഫോർ ദ ടൈം ബീയിങ്. അപ്പോൾ ഇന്ന് പഠിച്ച എല്ലാ ഫ്രേസസും നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തുക, അത് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും.